കാൽപന്തുകളിയുടെ ലഹരിയിൽ നിറയുകയാണ് നാട്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം ഉയരുമ്പോൾ ആവേശം കുട്ടികളിലേക്കും എത്തുകയാണ്. കോതമംഗലം മാർബേസിൽ സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. ലോകകപ്പ് ഫുട്ബോളിന് ആരവമുയരുമ്പോൾ കാൽപന്തുകളിയുടെ ആവേശം ഉണർത്തിക്കൊണ്ട് കോതമംഗലം മാർബേസിൽ സ്കൂൾ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. സബ് ജൂനിയർ ഇനത്തിൽ പോർട്ടുഗൽ, അർജന്റീന ടീമുകളായും സീനിയർ താരങ്ങൾ ബ്രസീൽ, അർജന്റീന ടീമുകളായും ജേഴ്സി അണിഞ്ഞ് മത്സരത്തിൽ മാറ്റുരച്ചു. തങ്ങൾക്കിഷ്ടപ്പെട്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ കൊണ്ട് നിറഞ്ഞ ഗ്യാലറി കളിക്കാരിൽ ആവേശമുണർത്തി. ഒപ്പം സ്പോർട്സ് ക്വിസ് നടത്തിക്കൊണ്ട് വിജയികൾക്ക് സമ്മാനവും നൽകി. മാർബേസിലിന്റെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന ഇപ്രാവശ്യം അണ്ടർ-20 ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാവായ സിറിയക് വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. ഇവിടെ നിന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു തുടക്കം ഉണ്ടായത്. 11 ആയിട്ടുള്ളത്. ഞാനിപ്പോൾ അണ്ടർ-20 കേരള ടീമിൽ ചാമ്പ്യൻസ് ആയ വ്യക്തിയാണ്, പ്ലെയറാണ്. ഞാൻ വിൻ ബാക്ക് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടെ നിന്നായിരുന്നു എൻ്റെ തുടക്കം. അപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ടീം അർജന്റീനയാണ്. അപ്പോൾ എല്ലാ ടീമിനും ഒരു നന്നായിട്ട് ഒരു വിജയം ഇതാക്കട്ടെ എന്ന് വിചാരിച്ച്. PTA പ്രസിഡന്റ് സനീഷ് AS ആദ്യത്തെ കിക്കെടുത്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ജിബി ചെറിയാൻ, ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, കായികാധ്യാപിക ഷിബി മാത്യു, ഫുട്ബോൾ കോച്ച് ബിനൂസ് കറിയ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളിൽ കായിക മനോഭാവവും ടീം സ്പിരിറ്റും അച്ചടക്കവും വളർത്തുക എന്നൊരു പ്രചോദനം കൂടി ഈ മത്സരങ്ങളിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കും. ജയവും തോൽവിയും കളിയുടെ ഒരു ഭാഗം തന്നെയാണ്. സൗഹൃദവും അച്ചടക്കവും നല്ല മനോഭാവവും കുട്ടികളിൽ വളർത്താൻ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ കുട്ടികൾക്ക് ഒരു സന്ദേശം കൂടി നൽകുന്നു. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും ആശംസകൾ നേരുന്നു. അതിനോട് ഒരു ഭാഗം തന്നെയായി ഞങ്ങളുടെ 4 ടീം, അർജന്റീനയും പോർച്ചുഗലിൻ്റെയും ഒരു ടീമും ഇവിടെ ഒരു സൗഹൃദ മത്സരം കൂടി നടത്താൻ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.